ഹായ് ഹലോ നമസ്കാരം, ഞാൻ സന്തോഷ് കുമാർ. മന്ത്ലി 1,00,000 രൂപ ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ലഭിച്ചാലോ? അതായത് നമുക്കറിയാം, മ്യൂച്വൽ ഫണ്ടിൽ പ്രധാനപ്പെട്ട 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്ന് ഗ്രോത്ത് ഓപ്ഷനും മറ്റൊന്ന് ഡിവിഡൻഡ് ഓപ്ഷനും. ഗ്രോത്ത് ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു, കുറച്ച് നാളുകൾക്ക് ശേഷം 2, 3, 5 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ഒന്നിച്ച് ആ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നു. ഇങ്ങനെ ലഭിക്കുന്ന എമൗണ്ടിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. 12.5% ഇപ്പോഴത്തെ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്, ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ്. മറ്റൊരു ഓപ്ഷനാണ് ഞാൻ നേരത്തെ പറഞ്ഞ IDCW അല്ലെങ്കിൽ ഡിവിഡൻഡ് ഓപ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബൾക്ക് എമൗണ്ട് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നിങ്ങൾ 1 കോടി രൂപ നിങ്ങളുടെ കയ്യിൽ ഒരു കോർപ്പസ് ഇരിപ്പുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്ക് മന്ത്ലി ഒരു നിശ്ചിത എമൗണ്ട് ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഡിവിഡൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നിങ്ങളുടെ കയ്യിരിക്കുന്ന 1 കോടി രൂപ നിങ്ങൾ ഇതുപോലെയുള്ള മന്ത്ലി ഡിവിഡൻഡ് കിട്ടുന്ന അല്ലെങ്കിൽ IDCW കിട്ടുന്ന ഒരു സ്കീമിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു റവന്യൂ അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂടാതെ തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലും അപ്രീസിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഏതൊക്കെ ഫണ്ടുകളാണ് മന്ത്ലി ഡിവിഡൻഡ് കൊടുക്കുന്നത്, അതിൽ എത്രയൊക്കെ റിട്ടേൺ ആണ് ലാസ്റ്റ് 5 വർഷവും അല്ലെങ്കിൽ 3 വർഷമൊക്കെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ICICI Prudential ഇക്വിറ്റി ആൻഡ് ഡെറ്റ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് 3 വർഷവും 5 വർഷവും കഴിഞ്ഞ 3 വർഷവും 5 വർഷവും ഏകദേശം 16% മുകളിൽ റിട്ടേൺ കൊടുത്തൊരു ഫണ്ടാണ്. അതുപോലെ തന്നെ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് അറൌണ്ട് 14% മുകളിൽ കഴിഞ്ഞ 3 വർഷവും 5 വർഷവും റിട്ടേൺ കൊടുത്തു. അതുപോലെ തന്നെ ഇഡൽവേസ് അഗ്രസീവ് ഹൈബ്രിഡ് ഫണ്ട് ഏകദേശം 13% മുകളിൽ 3 വർഷവും 5 വർഷവും റിട്ടേൺ കൊടുത്ത ഫണ്ടാണ്. അതായത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ടാണ് ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവരും കേട്ടിട്ടുള്ള ഒരു പേരാണ് HDFC ബാലൻസ് അഡ്വാൻറ്റേജ് ഫണ്ട്. 1994 ഫെബ്രുവരിയിലാണ് അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏകദേശം 1,00,000 കോടിക്ക് മുകളിൽ AUM ഉള്ള അല്ലെങ്കിൽ ടോട്ടൽ കോർപ്പസ് ഉള്ള ഒരു ഫണ്ടാണ് HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട്. ഈ HDFC ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് നമ്മൾ 2023 ജനുവരി 1-ാം തീയതി നമ്മൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തു എന്നിരിക്കട്ടെ. എത്രയായിരിക്കും അവർ കൊടുത്തിരുന്ന ഡിവിഡൻഡ്? അതിനുശേഷം 2026 ഈ ജൂൺ മാസം 30-ാം തീയതി എത്രയായിരിക്കും അതിന്റെ കോർപ്പസ് വാല്യൂ എന്നുള്ളതാണ് നമ്മൾ ഒരു കേസ് സ്റ്റഡിയിലൂടെ നമ്മൾ നോക്കുന്നത്. 2023 ജനുവരി 1-ാം തീയതി ഇൻവെസ്റ്റ് ചെയ്ത ആ ഇൻവെസ്റ്റ്മെന്റിന് 2023 ജനുവരി 25-ാം തീയതി ഇപ്പോൾ ഫസ്റ്റ് ഡിവിഡൻഡ് കിട്ടി. ഏകദേശം 85,000 രൂപയാണ് ഫസ്റ്റ് ഡിവിഡൻഡ് കിട്ടിയത്. അതുപോലെ തന്നെ ഫെബ്രുവരിയിലും എല്ലാ മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ട്. അറൌണ്ട് ഒരു 85,000 വെച്ചിട്ടാണ് ഇവർ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് 1 കോടി രൂപയ്ക്ക്. അങ്ങനെ എല്ലാ മാസവും കൺസിസ്റ്റന്റ് ആയിട്ട് ഡിവിഡൻഡ് കിട്ടിയതിന് ശേഷം നമ്മൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് 2026 ജൂൺ 30-ാം തീയതി ആയപ്പോൾ എത്ര രൂപ നമുക്ക് ഈ ഒരു സ്കീമിൽ നിന്ന് ഡിവിഡൻഡ് കിട്ടിയിട്ടുണ്ടാവും, എത്ര രൂപ നമുക്ക് ടോട്ടൽ ക്യാപിറ്റൽ അപ്രീസിയേഷൻ ഉണ്ടായിട്ടുണ്ടാകും എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കുന്നത്. അറൌണ്ട് 33 ലക്ഷം രൂപ ഈ ഒരു 3 വർഷം കൊണ്ട് ഈ ഒരു ഫണ്ട് ഡിവിഡൻഡ് അല്ലെങ്കിൽ IDCW കൊടുത്തിട്ടുണ്ട്. കൂടാതെ തന്നെ ഏകദേശം 20 ലക്ഷം രൂപ ക്യാപിറ്റൽ അപ്രീസിയേഷനും ഉണ്ടായിട്ടുണ്ട്. അതായത് ടോട്ടൽ 53 ലക്ഷം രൂപ ഈ ഒരു ഫണ്ട് കഴിഞ്ഞ 3 വർഷം കൊണ്ട് അക്യുമുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറൌണ്ട് ഒരു 13-14% റിട്ടേൺ ഈ ഒരു ഫണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ 3 വർഷം. അപ്പോൾ ഇതുപോലെയുള്ള മന്ത്ലി ഇൻവെസ്റ്റ്മെന്റ് ഒരു റിട്ടയർമെന്റ് അല്ലെങ്കിൽ ഒരു പെൻഷൻ ഓപ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സൂട്ടബിൾ ആയിരിക്കും. ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരിക്കലും ഇതൊരു ഫണ്ട് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങൾ ഫണ്ട് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളായിട്ടുള്ള അഡ്വൈസറെ സമീപിക്കുകയോ അല്ലെങ്കിൽ ഈ ഫണ്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓഫർ ഡോക്യുമെന്റ് ഒക്കെ വായിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ ഈ ഒരു ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാവുള്ളൂ. ഇത് ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഇങ്ങനെ മന്ത്ലി നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നു. ഈ ഡിവിഡൻഡ് ടാക്സബിൾ ആണോ? ഡിവിഡൻഡ് ആക്ച്വലി അല്ലെങ്കിൽ IDCW ടാക്സബിൾ ആണ്. പക്ഷേ അത് നേരെ പോകുന്നത് ഇൻവെസ്റ്ററുടെ ടോട്ടൽ ഇൻകത്തിലേക്കാണ് ഈ ഒരു IDCWന്റെ എമൗണ്ട് പോകുന്നത് അല്ലെങ്കിൽ ഇൻകം പോകുന്നത്. അതായത് ഇന്ത്യയിലെ ടാക്സ് റൂൾ അനുസരിച്ച് നമുക്ക് 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ള ആൾക്കാർക്ക് ടാക്സ് കൊടുക്കേണ്ട. 12 ലക്ഷം രൂപയും പ്ലസ് 75,000 സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട്. അപ്പോൾ ടോട്ടൽ ഏകദേശം 12,70,50,000 രൂപയ്ക്ക് മുകളിൽ ഇൻകം വന്നെങ്കിൽ മാത്രമേ ഇന്ത്യയിൽ ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾ 1 കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു വർഷം 12,70,50,000 താഴെയാണ് ടോട്ടൽ ഇൻകം വരുന്നത്. ഇപ്പൊ ഈ നമ്മൾ എടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ഏകദേശം ഒരു 11 ലക്ഷം രൂപ മാത്രമേ നിങ്ങൾക്ക് ഒരു വർഷം
ഈ ഡിവിഡൻഡ് ആയിട്ട് വന്നിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് വേറൊരു ഇൻകം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡിവിഡൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് പൂർണ്ണമായിട്ടും ടാക്സ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിട്ടേൺ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മന്ത്ലി നല്ലൊരു ക്യാഷ് ഫ്ലോ ഉണ്ടാകുകയും ചെയ്യും. ബൾക്ക് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇതുപോലുള്ള IDCW ഇൻവെസ്റ്റ്മെന്റ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള IDCW സെലക്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഫിനാൻഷ്യൽ പ്ലാനിങ് കറക്റ്റ് ആയിട്ട് ക്യാഷ് ഫ്ലോ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാനും നിങ്ങൾക്ക് ഒരു എക്സ്പെർട്ട് ടീമിന്റെ കൺസൾട്ടേഷൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ എക്സ്പെർട്ട് ടീമുമായിട്ട് കൺസൾട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിലേക്കുള്ള ഒരു പെൻഷൻ പ്ലാൻ അല്ലെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനി കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.